DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാസം 1600 രൂപ വീതം സാമൂഹ്യ സുരക്ഷാ പെൻഷനായും ക്ഷേമനിധി ബോർഡ് പെൻഷനായും ലഭിക്കുന്നവർ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന മുഴുവൻ പേരുടെയും വീടുകളിൽ സർക്കാർ സർവേ എല്ലാം നടത്തുവാൻ പോകുന്നു തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, ഒക്ടോബർ 21 ശേഷം ഏത് ദിവസം വേണമെങ്കിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കാം. അതിനാൽ തന്നെ വിവിധ കാരണങ്ങളാൽ നിലവിൽ ക്ഷേമ പെൻഷനൊക്കെ മുടങ്ങിക്കിടക്കുന്നവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് വീണ്ടും പെൻഷൻ ലഭ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മസ്റ്ററിംഗ് ചെയ്യാതെയും മുൻകാലങ്ങളിൽ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകാത്തതുകൊണ്ടും പലർക്കും ഇപ്പോൾ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നില്ല. അതുപോലെ 60 വയസ്സിൽ താഴെ പ്രായമുള്ള വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവ വാങ്ങുന്നവർക്ക് പുനർവിവാഹിത, വിവാഹിതയല്ല എന്ന സാക്ഷ്യപത്രമൊക്കെ നൽകാത്തത് മൂലവും പെൻഷൻ ലഭിക്കുന്നതിൽ തടസ്സങ്ങളുണ്ടായിരുന്നു. ഇത്തരത്തിൽ മാസങ്ങളായി പെൻഷൻ മുടങ്ങിയവരെ ഇപ്പോൾ വാർഡ് മെമ്പർ വഴിയും പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ വഴിയും വാർഡ് തല വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയുമെല്ലാം തടസ്സങ്ങൾ മാറ്റുവാനായി സാക്ഷ്യപത്രങ്ങൾ, അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുവാൻ പല പഞ്ചായത്തുകളും അറിയിക്കുന്നുണ്ട്. ആവശ്യപ്പെട്ട നിർബന്ധിത സാക്ഷ്യപത്രങ്ങൾ നൽകുകയോ മസ്റ്ററിംഗ് ചെയ്യാത്തവരാണെങ്കിൽ അത് പൂർത്തീകരിക്കുകയും ചെയ്താൽ ക്ഷേമ പെൻഷൻ തുടർന്നും അവർക്ക് ലഭിക്കുന്നതാണ്. ഇനി അറിയിപ്പുകൾ ലഭിക്കാത്തവരാണെങ്കിലും 2 മാസത്തിലധികം പെൻഷൻ ലഭിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പഞ്ചായത്ത് ക്ഷേമ വിഭാഗം ഓഫീസുമായി ബന്ധപ്പെട്ടാൽ നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റുന്നതിനുള്ള നടപടികളൊക്കെ കൈക്കൊള്ളുന്നതാണ്. ഈ അവസരം ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ടുള്ളവർ പാഴാക്കാതിരിക്കുക. രണ്ടാമത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് 62 ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടുള്ള ക്ഷേമനിധി ബോർഡ് പെൻഷനുകളെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെയെല്ലാം വീടുകളിലേക്ക് ഒരു സർവേയുമായി സർക്കാർ എത്തുവാൻ പോകുന്നു എന്നൊരു വാർത്ത ഈയടുത്ത് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് സർവേ ഏകോപിപ്പിക്കുക. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം പേരുടെയും അതുപോലെ സൗജന്യ ഭവന പദ്ധതിയായ ലൈഫ് മിഷൻ അടക്കമുള്ള മറ്റ് സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെയും വീടുകളിലേക്കാകും സർവേ നടത്തുക. ഏകദേശം 80 ലക്ഷം വീടുകളിലേക്കാണ് സർക്കാർ ഇപ്പോൾ സർവേ നടത്തുവാനായി നടപടികൾ ആരംഭിക്കുന്നത്. പ്രധാനമായും സർക്കാർ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ അഭിപ്രായങ്ങളും വിവരങ്ങളും ശേഖരിക്കുവാനാണ് വീടുകയറിയുള്ള സർവേ വരുന്നത്. ക്ഷേമ പെൻഷൻ അടക്കമുള്ള പദ്ധതികളുടെ വിലയിരുത്തൽ എന്ന പേരിലാണ് സർവേ നടത്തുന്നതെങ്കിലും സർക്കാരിൽ നിന്ന് ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളും നിർദ്ദേശങ്ങളായി ഈ വീടുകളിൽ നിന്ന് ശേഖരിക്കും. എല്ലാ മാസവും കൃത്യമായുള്ള ക്ഷേമ പെൻഷൻ വിതരണം, ക്ഷേമ പെൻഷൻ തുകയിൽ കാലോചിതമായ വർധനവ് തുടങ്ങിയ അഭിപ്രായങ്ങളൊക്കെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ ഒരു സർവേയിൽ രേഖപ്പെടുത്താവുന്നതാണ്. കോളേജ് വിദ്യാർത്ഥികളെ അടക്കം ഈ സർവേക്കായി രംഗത്തിറക്കുവാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. മറ്റൊരറിയിപ്പ്, നിലവിൽ 1 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയാണ് ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയായുള്ളത്. നവംബർ മാസത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഏകദേശം ഉറപ്പായ സാഹചര്യത്തിൽ ഒക്ടോബർ മാസം അവസാനം വിതരണം ചെയ്യുന്ന ഈ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയോടൊപ്പം ആ കുടിശ്ശിക കൂടി നൽകുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ മാസാവസാനം 2 ക്ഷേമ പെൻഷൻ ചേർത്ത് 3200 രൂപയുടെ വിതരണവും സംസ്ഥാനത്ത് നടന്നേക്കും. കുടിശ്ശിക പെൻഷൻ കൂടി ഈ മാസം നൽകുന്നുണ്ടെങ്കിൽ അതിന്റെ വിതരണം മാസാവസാനമായിരിക്കുമെങ്കിലും ഔദ്യോഗികമായ അറിയിപ്പ് 21-ാം തീയതിക്ക് മുൻപായി തന്നെ വരുവാനുള്ള സാധ്യതയുണ്ട്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ വർഷം തന്നെ പൂർണ്ണമായി നൽകുന്നതാണെന്ന് സർക്കാർ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ അറിയിപ്പുണ്ടായിരുന്നു. ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം നടത്തുന്നതിനോടൊപ്പം തന്നെ സർക്കാർ ക്ഷേമ പെൻഷൻ തുകയിൽ ഒരു വർധനവ് കൊണ്ടുവരുമെന്നും ഏകദേശം ഉറപ്പായിട്ടുണ്ട്. കഴിഞ്ഞ 6 വർഷത്തോളമായി മാസം 1600 രൂപ തന്നെയാണ് വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനും ലോക്സഭാ തിരഞ്ഞെടുപ്പിനും മുൻപായി 6 മാസങ്ങൾക്കിടയിൽ തന്നെ 100 രൂപ വെച്ച് 2 തവണ വർധനവ് വരുത്തിയിരുന്നു. നിലവിലെ സർക്കാരിന്റെ ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു പെൻഷൻ തുക 1600-ൽ നിന്നും 2500 രൂപയായി ഘട്ടം ഘട്ടമായി ഉയർത്തുമെന്നത്. എന്നാൽ കാലാവധി തീരുവാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരു തവണ പോലും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുകയുണ്ടായില്ല. സർക്കാരിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റാൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകും. അതിനാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപായി ക്ഷേമ പെൻഷൻ തുകയിലും ഒരു വർധന പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. 2500 രൂപയായി വർദ്ധിപ്പിക്കുവാൻ ഒട്ടും സാധ്യതയില്ലെങ്കിലും നിലവിലെ 1600-ൽ നിന്ന് 1800-ലേക്കോ 2000-ലേക്കോ വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ക്ഷേമ പെൻഷൻ തുക പല ഘട്ടങ്ങളിലായി വർദ്ധിപ്പിച്ചതും കൃത്യമായി വിതരണം ചെയ്തതുമായിരുന്നു സർക്കാരിന് തുടർഭരണം ലഭിക്കാനുള്ള ഒരു പ്രധാന കാരണം. താളം തെറ്റുകയും 5 മാസത്തോളം കുടിശ്ശിക ആവുകയും ചെയ്ത സാഹചര്യത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ സർക്കാരിന് തിരിച്ചടി നേരിട്ടതിനെ തുടർന്നാണ് സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും കഴിഞ്ഞ 1.5 വർഷമായി എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ തുക വിതരണം നടത്തി വരികയും ചെയ്യുന്നത്. അതിനാൽ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായി തന്നെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള അനുകൂലമായ പ്രഖ്യാപനങ്ങൾ സർക്കാർ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകൾ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ്. അതിനാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമന്റ് ചെയ്യുക.